ദേശീയപാത 85 നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി വിധി ദേശീയപാത നിർമ്മാണം തടയുകയല്ല ചെയ്തതെന്ന് ദേവികുളം എംഎൽഎ അഡ്വക്കേറ്റ് എ രാജ പറഞ്ഞു. ആവശ്യത്തിലധികം മരങ്ങൾ മുറിച്ചിട്ടുണ്ടെങ്കിൽ ചീഫ് സെക്രട്ടറി അത് അന്വേഷിച്ച് റിപ്പോർട്ട് തേടണമെന്നാണ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. ജില്ലയിലെ എംപി അടക്കമുള്ള നേതാക്കൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളതെന്നും എംഎൽഎ അഡ്വക്കേറ്റ് എ രാജ അടിമാലിയിൽ പറഞ്ഞു. കളക്ടർ പെർമിഷൻ നൽകിയിട്ടുള്ള പെർമിഷനിൽ നിന്ന് കൂടുതൽ മരങ്ങൾ അവിടെ മുറിച്ചിട്ടുണ്ടെങ്കിൽ ചീഫ് സെക്രട്ടറി അടിയന്തരമായി റിപ്പോർട്ട് തേടണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതാണ് ഇന്നലെ കോടതിയിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ നടക്കുന്ന റോഡ് വർക്കുകൾ കോടതി തടസ്സപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ ഒരു ഉത്തരവും കോടതി പിറപ്പിച്ചിട്ടില്ല. എന്നാൽ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും കോൺഗ്രസിൻ്റെ അതുപോലെ എം പി അടക്കമുള്ള ആളുകൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഉണ്ടായത്. കേരളത്തിലെ LDFിൻ്റെ ഗവൺമെൻറ് റോഡ് വികസനത്തിന് എതിരാണെന്നുള്ളത്. കേരളത്തിലെ LDF വന്നതിന് ശേഷം കേരളത്തിൽ നടന്നിട്ടുള്ള റോഡ് വികസനങ്ങളെക്കുറിച്ചൊക്കെ നന്നായി മനസ്സിലാക്കിയ ആളുകൾക്ക് നന്നായി അറിയാം. ഇവിടെ മലയോര ഹൈവേ നടക്കുന്നുണ്ട്. 13 മീറ്ററിലാണ് മലയോര ഹൈവേ നമ്മുടെ ജില്ലയിലടക്കം നിരവധിയായിട്ടുള്ള സ്ഥലങ്ങൾ റോഡ് പണി പൂർത്തിയാക്കുന്നത്. LDF ഗവൺമെൻറ്റാണ് മുന്നിൽ നിന്ന് ഈ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നേര്യമംഗലം മുതൽ വളരെ വരെയുള്ള പ്രദേശം ഇപ്പോൾ നടക്കുന്ന എത്ര മീറ്ററിലാണ് ചെയ്യുന്നത്? 10 മീറ്ററിലാണ്. അശാസ്ത്രീയമായിട്ടുള്ള ഒരു വർക്കാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ആ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെയെല്ലാം പ്രശ്നങ്ങൾക്ക് തുടക്കമാരാ. നേരത്തെ ഹൈക്കോടതിയിൽ ഒരു ഹർജി വരുന്നു. ആ ഹർജിയുടെ അടിസ്ഥാനത്തിൽ കോടതി പറഞ്ഞത് അത് PWD റോഡാണ്. രാജവിളംബര കാലം മുതലുള്ള റോഡാണ്. 30 മീറ്റർ അല്ലെങ്കിൽ 100 അടി ഈ റോഡിൻ്റെ ഭാഗമായി കിടക്കുന്നു. ഈ റോഡിൻ്റെ ഭാഗമായി കിടക്കുമ്പോൾ അതിൽ കേന്ദ്ര പരിസ്ഥിതി വനമന്ത്രാലയത്തിൻ്റെ അനുവാദം വാങ്ങിക്കേണ്ട ആവശ്യമില്ല. സെപ്റ്റംബർ മാസം 12-ാം തീയതി ഇടുക്കി MPയും നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയും ഒരു പർവേസ് പോർട്ടലിൽ ഒരു അനുവാദം തേടുകയാണ്. എന്തിന് അനുവാദം തേടണം?